ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ പ്ലഷറാണ് വണ്ടി. അതിൻ്റെ എൻജിൻ വർക്കായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അയച്ചായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഓയിൽ തീർന്ന് പിസ്റ്റണൊക്കെ പിടിച്ചായിരുന്ന വണ്ടിയാണ്. പിസ്റ്റൺ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്യാം ഷാഫ്റ്റ് റോക്രാമൊക്കെ നല്ല രീതിയിൽ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളത് ഫുൾ വർക്ക്, എൻജിൻ വർക്കിൻ്റെ ഭാഗം കറക്റ്റ് സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ്, ഇത് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റ്, സിലിണ്ടർ ഇരിക്കുന്ന സിലിണ്ടർ, അതിൻ്റെ പിസ്റ്റൺ യൂണിറ്റ്, പിസ്റ്റൺ പിന്നടക്കം വരുന്നത് കിറ്റായിട്ട് വരാം. പിന്നെ അതേപോലെ തന്നെ വാൽവ് കിറ്റ് വന്നിട്ടുണ്ട്. ടൈമിംഗ് ചെയിൻ, ക്യാം ചെയിനൊക്കെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കിറ്റായിട്ട് മാറ്റിയിട്ടുണ്ട്. എയർ ഫിൽട്ടർ, അങ്ങനെ ബെൽറ്റ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ റിപ്പയറായിട്ട് മാറ്റി റിപ്പയർ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ വന്ന സമയത്ത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റേറ്റ് വന്ന് 3550 രൂപ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിന് മാത്രം വരാം. അതായത് ഈ ഇരിക്കുന്ന യൂണിറ്റിന് മാത്രം 3550 രൂപ തന്നെയുണ്ട്. അതേപോലെ തന്നെ സിലിണ്ടർ കിറ്റിന് വേണ്ടത് 2304 രൂപയാണ് വരുന്നത്. സിലിണ്ടർ കിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സിലിണ്ടർ ഈ വന്ന പീസ്, അതിൻ്റെ പിസ്റ്റൺ റിങ് അടക്കം വരുന്നൊരു കിറ്റ്. പിന്നെ ക്യാം ചെയിൻ കിറ്റൊക്കെ വരുമ്പോൾ ഒരു 760 രൂപ ക്യാം ചെയിൻ വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് എയർ ഫിൽട്ടർ, പ്ലഗ്, വാൽവ് 2 മാറ്റി അതിൻ്റെ ഗൈഡൊക്കെ മാറ്റിയിട്ടുണ്ട്. ക്യാം ചെയിൻ്റെ ടെൻഷനർ, അങ്ങനെ അത്യാവശ്യം ഡാമേജുള്ള ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ബെൽറ്റൊക്കെ ഓൾറെഡി പൊട്ടി തുടങ്ങിയായിരുന്നു. അപ്പോൾ ബെൽറ്റ് മാറ്റി പുതിയതിട്ടാണ് നമ്മൾ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്തേക്കുന്ന വർക്ക് 1 വർഷത്തെ വാറണ്ടിയിലാണ് ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ പാർട്സുകൾ മാറ്റി ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി 1 വർഷത്തെ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്തേക്കണേ. പിന്നെ 1 വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്ററാണ് അതിൻ്റെ കാലാവധി പറയണത്. ഏതാണോ ആദ്യം വരുന്നത് അതാണ് വാറണ്ടി കാലാവധിയായിട്ട് കൂട്ടുക കേട്ടോ. ഓട്ടം കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ 1 വർഷം എന്നുള്ളത് പെട്ടെന്ന് 1 വർഷം എന്നുള്ളതായിരിക്കില്ല. ഓട്ടം കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ 12,000 കിലോമീറ്റർ വെച്ച് നല്ല ഓട്ടമുള്ള വണ്ടിയാണെങ്കിൽ 12,000 കിലോമീറ്റർ എന്നുള്ളത് 6 മാസം 7 മാസം കൊണ്ടൊക്കെ ആവണ വണ്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതാണ് ആ കിലോമീറ്റർ നമ്മൾ കാലാവധിയായിട്ട് കണക്ക് കൂട്ടും. ഇനി ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിൽ 1 വർഷമാണ് നമ്മളതിൻ്റെ കാലാവധി പറയുക. അപ്പോൾ ചിലപ്പോൾ 1 വർഷം കൊണ്ട് 12,000 10,000 പോലും ഓടാത്ത വണ്ടികളും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ 1 വർഷം കഴിയുമ്പോഴാണ് നമുക്ക് 1 വർഷം വാറണ്ടി കാലാവധിയായിട്ടാണ് കണക്ക് കൂട്ടുക കേട്ടോ. അപ്പോൾ അതിനകത്ത് ഏതാണോ ആദ്യം വരുന്നത് അതാണ് വാറണ്ടി കാലാവധി വരാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം പാർട്സുകളൊക്കെ മാറ്റി തന്നെയാണ് ക്ലിയർ ആയിട്ടാണ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അതിനകത്ത് 2 കാര്യങ്ങളിൽ ചെറിയ കംപ്ലൈൻറ്റുകളുണ്ട്. ഒന്ന്, ഈ കാർബറേറ്റർ അസംബ്ലി നിലവിൽ കംപ്ലൈൻ്റ് ആണ്. പറയാൻ കാരണം എന്ന് വെച്ചാൽ, കാർബറേറ്റർ അസംബ്ലി എന്ന് പറയുമ്പോൾ കാർബറേറ്റർ അസംബ്ലിയും ഇതിൻ്റെ CVT ക്ലച്ചിൻ്റെ ഭാഗം, അതായത് ബെൽറ്റ്, ആ ഡ്രൈവ് ബെൽറ്റ് വർക്ക് ചെയ്യണ പുള്ളി, അതായത് അതിൻ്റെ ഉള്ളിൽ ഈ നമ്മുടെ ഈ ചാട് പോലത്തെ റേറ്റൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ വരാം, അത് മൂവ് ചെയ്യണ ഭാഗം. അപ്പോൾ അതും കാർബറേറ്റർ അസംബ്ലിയും വണ്ടി ഓട്ടം കുറവാണെങ്കിൽ കംപ്ലൈൻറ്റ് വരും. എന്ന് പറഞ്ഞാൽ തീരെ ഓട്ടം കുറവുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ ബെൽറ്റ് വർക്ക് ചെയ്യണ ഭാഗമൊക്കെ, ആ പുള്ളി വീലൊക്കെ തുരുമ്പിടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ ഇതിന് തുരുമ്പുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമ്മളതൊക്കെ ഉരച്ച് ക്ലീൻ ചെയ്ത് സ്മൂത്താക്കിയിട്ടൊക്കെയാണ് കയറ്റിയിട്ടാണ്. അപ്പോൾ അത് ഓട്ടം കുറവാണെങ്കിൽ റിപ്പീറ്റാக കംപ്ലൈൻറ്റ് വന്നേക്കാം. അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ബെൽറ്റ് കട്ടായി പോകണം. അതായത് ബെൽറ്റ് ഒരയുമ്പോൾ, തുരുമ്പുള്ള ഭാഗമാകുമ്പോൾ അവിടെ ബെൽറ്റ് ഒരയുമ്പോൾ റബ്ബർ ബെൽറ്റ് ഉള്ളോ അത് തേമാനം കൂടുതലായിരിക്കും. അതാണ് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് വരാം. പിന്നെ കാർബറേറ്ററിൻ്റെ പ്രശ്നം, കാർബറേറ്റർ അടിഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിക്കുന്ന സമയത്ത് തന്നെ കാർബറേറ്റർ ദ്രവിച്ചൊരവസ്ഥയിലിരിക്കണം. എന്നാലും ഞാൻ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. കാർബറേറ്ററിന് വരാൻ സാധ്യതയുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഈ ഉപയോഗിക്കാണ്ടിരുന്ന ഈ വന്നങ്ങളുടെ കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ പെട്രോൾ ഈ കാർബറേറ്ററിൻ്റെ അടിയിലെ പൈപ്പ് വഴി, കറുത്ത പൈപ്പ് വഴി ഓവർഫ്ലോ ആയിട്ട് പോകാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട്. അത് നമ്മുടെ ഈ കാർബറേറ്ററിന് ഇപ്പോൾ നിലവിലുണ്ട്. ആ കംപ്ലയിൻറ്റിൻ്റെ ഒരു ലക്ഷണം കാണിക്കുന്നുണ്ട്. കംപ്ലയിൻറ്റ് വരും എന്നല്ല, പക്ഷെ വരാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. ഇനിയിപ്പോൾ കംപ്ലയിൻറ്റ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കാനാണ് പറ്റുള്ളൂ. പക്ഷേ പുതിയത് വെച്ചാലും നമുക്ക് വണ്ടി ഓട്ടം കുറവാണെന്ന് വിചാരിക്കാം. ഓട്ടം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ തന്നെയാണ്. അതിൻ്റെ പെട്രോളാണ് എൻ്റെ മെയിൻ വില്ലൻ. ആ പെട്രോളിനകത്ത് എത്തനോൾ 20% എത്തനോളുണ്ട്. ഇപ്പോൾ 1 ലിറ്റർ പെട്രോൾ മേടിച്ചാൽ 20% എത്തനോളാണ്. ആ എത്തനോളും അലുമിനിയം, ഇത് കാർബറേറ്റർ എന്ന് പറഞ്ഞാൽ അലുമിനിയം ബോഡിയാണ്, അതായിട്ട് കെമിക്കൽ റിയാക്ഷൻസ് വരുമ്പോഴാണ് ഈ പ്രോബ്ലം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പഴയത് മാറ്റി പുതിയ കാർബറേറ്റർ വെച്ചാലും ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. കംപ്ലയിൻറ്റ് ഓവർഫ്ലോ ആയിട്ട് കാണിച്ചേക്കാം, വരാനുള്ളൊരു സാധ്യതയുണ്ട്. വരുമെന്നല്ല, വരാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ വിചാരിച്ച് നമ്മൾ പുതിയ കാർബറേറ്റർ വെച്ചാലും അതിനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പരമാവധി ക്ലീൻ ചെയ്തെടുത്താണ് കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഗിയർ ബോക്സ് അഴിച്ച് അതിൻ്റെ ബെയറിങ് കാര്യങ്ങളൊക്കെ മാറ്റിയാണ്, അതിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി എഞ്ചിൻ കയറ്റണം, അതിന് ശേഷം ട്രയൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വണ്ടി കുറച്ചേറെ സ്റ്റാർട്ടിങ്ങിൽ ഇടാനുണ്ട്. പിന്നെ സർവീസ് കാലാവധിയിൽ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. 1 മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കഴിയുമ്പോൾ ഫസ്റ്റ് ഓയിൽ മാറണം. ഓയിൽ മാറുമ്പോൾ അതിൻ്റെ ഫിൽട്ടർ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് ആണ് വേണ്ടത് നമുക്ക്. പിന്നെ വണ്ടി നമ്മളിപ്പോൾ അഴിച്ച് റീസെറ്റ് ചെയ്യുമ്പോൾ ഓയിൽ ലീക്കോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്.
എൻജിൻ കാർബറേറ്ററിൻ്റെ അല്ല വാൽവിൻ്റെ ഭാഗമൊക്കെ ലൂസോ കാര്യങ്ങൾ എന്തെങ്കിലും വന്നാൽ ടൈറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ 1 മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ ഏതാണോ ആദ്യം തന്നെ, അപ്പോൾ അത് കണക്കാക്കിയിട്ട് വന്ന എൻജിൻ ഓയിൽ നമ്മൾ മാറ്റണം. കൂട്ടത്തിൽ കൂടെ ഈ പറഞ്ഞ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാക്കി പിന്നീട് അങ്ങോട്ടേക്ക് സർവീസ് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ആ പറയുന്ന പീരീഡിൽ ചെയ്താൽ മതി. ഓയിൽ വണ്ടിയുടെ ഓട്ടം അനുസരിച്ചിട്ട്, ഓട്ടം കൂടുതലാണെങ്കിൽ സർവീസ് ആവാൻ നോക്കരുത്, ഓയിൽ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ മാറണം. ഓട്ടം കുറവാണെങ്കിൽ സർവീസ് കാലാവധി നോക്കേണ്ട, കിലോമീറ്റർ ആയിട്ട് മാറ്റിയാൽ മതി. അപ്പോൾ എങ്ങനെയാണോ അത് ആ രീതിയിൽ ചെയ്യാം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കറക്റ്റായിട്ട് എഴുതി ക്ലിയറായിട്ട് തരാം കേട്ടോ. അപ്പോൾ അതും പ്രകാരം ചെയ്താൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് വണ്ടിമേക്ക് കയറ്റാം, ബാക്കിയത്തെ കേസുകളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. വണ്ടി ബില്ലിനകത്ത് കൃത്യമായിട്ട് എഴുതി തന്നോളാം ഏതൊക്കെ രീതിയിലാണ് ആഫ്റ്റർ സർവീസ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കേസ് കേട്ടോ. അത് കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്താൽ മതി. ഓക്കെ.